COVID-19 ഒരു പാൻഡമിക് അല്ല, അതൊരു പ്ലാൻഡമിക് എന്ന് ഇവിടെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വാക്സിൻ എടുത്തിട്ട് ക്ലോട്ട് വന്നും ഹാർട്ട് അറ്റാക്ക് വന്ന് എത്ര പേരാ മരിച്ചുപോയെ? COVID-19 ഇപ്പോഴും നാച്ചുറൽ കോസ് ആണ്, നാച്ചുറലി ഉണ്ടായ സംഭവം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. The business impact hinges entirely on the vaccine distribution timeline. സോ COVID-19 അപ്ഡേറ്റ് നമ്മുടെ ഫൗച്ചി നിലവിൽ സെനറ്റ് ഹിയറിംഗിലാണ്. അപ്പോൾ പുള്ളിയുടെ കുറേ ന്യൂസുകൾ വരുന്നു, ലൈക്ക് അപ്പോൾ പുള്ളിയുടെ ഡയറി ലീക്ക് ആവുന്നു. ഡയറിയിൽ കുറേ റൈറ്റിങ്സ് സംഭവങ്ങൾ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട് പുള്ളി സ്വയം ലൈവായിട്ട് നമ്മുടെ ടി വിയിൽ നോക്കി ക്യാമറ നോക്കി പറയുന്നതും പുള്ളി ഡയറിയിൽ എഴുതുന്നതിന് നമ്മളെ വ്യത്യാസം ആൾക്കാർ ഇപ്പോൾ കണ്ടു. പിന്നെ പുള്ളി ഇതുപോലെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾദോ ഹിയറിംഗിൽ എന്തായാലും ചിലപ്പോൾ പുള്ളിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് എന്തായാലും ആരും ജയിലിലിടാൻ പോകുന്നില്ല. കാര്യം പുള്ളിക്ക് പാർഡൻ ഓൾറെഡി ഉണ്ട് പ്രസിഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കുറേ കോൺസ്പിറസി ഉണ്ട്. അപ്പോൾ ഇത് റിഗാർഡിങ് നമ്മുടെ തോട്ട്സാണ് ഇതിൽ വരുന്നത്. ഷൈനോക്ക് എന്താ തോന്നുന്നത് ഈ സംഭവത്തിൽ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പാർഡൻ വന്നത് ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനിലല്ലായിരുന്നു, ട്രംപിന്റെ അല്ലല്ലോ. സോ അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മാറി കഴിയുമ്പം ഇനി ആ പാർഡൻ അത് ലൈഫ് ലോങ് അയാൾ എന്ത് ചെയ്താലും ഇത് ഇപ്പോൾ കൊടുത്തേക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വരെ എന്ത് ക്രിമിനൽ കേസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയെ കൊടുത്ത ദിവസം വരെ പാർഡനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയും തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള എല്ലാം പാഠം ചെയ്തു പുള്ളി. ഈ കോവിഡിന്റെ റിലേറ്റഡ് ആണല്ലോ. ഞാൻ ഓർത്ത് ഈ ഹിയറിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, കാരണം ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റ് മാറിയോണ്ട് ഇൻവെസ്റ്റിഗേഷൻ വരും ഇല്ല എന്നും പറഞ്ഞാൽ ഇനിയും പുള്ളി കൂടുതൽ നടന്ന് കുറ്റം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനിയും പുള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ തന്നെ പോകും. പക്ഷേ ഇതിന്റെ പേരിൽ ലൈക്ക് ഈ കോവിഡിന്റെ പേരിൽ ഒന്നും പുള്ളിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരിത് എനിക്ക് ഇവിടെ തന്നെ നമ്മൾ തന്നെയാണെങ്കിൽ കുറേ തവണ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. കോവിഡിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കോവിഡിൻ്റെ ഷോട്ടൊക്കെ എടുത്തതാണ്. എല്ലാവരും 1-2 ഒക്കെ ഞാനും എടുത്തായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അന്ന് എടുത്തപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് പേടിപ്പിച്ച് ഇത് എടുത്തില്ലെങ്കിൽ ജോലി പോകും, ഒന്നും കിട്ടത്തില്ല, എടുത്തേ പറ്റുള്ളായിരുന്നു. ആ അവസ്ഥയെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പം ശരിക്കുള്ളതാണോ അല്ലയോ. പിന്നെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യങ്ങൾ കുറച്ചൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. ആദ്യം എല്ലാവർക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് എനിക്ക് ഇപ്പോഴും പ്രൂവൺ ആയിട്ടില്ല. സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലല്ലേ സോളിഡ് എവിഡൻസ് എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഉള്ളത് പണ്ട് മറ്റേ ആ പ്രൊജക്ട് വെരിറ്റാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് അവർ മറ്റേ അവരുടെ ഒരു സയന്റിസ്റ്റിനെ, പുള്ളി ഗേ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഹണി ട്രാപ്പിൽ പെടുത്തി പുള്ളി പറയുന്ന ഒരു ഇതുണ്ട് mRNA വാക്സിനെ പറ്റി, അത്രയും സേഫ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അതൊരു വീഡിയോ വന്നായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് ഈ സംഭവം ഈ വാക്സിനും സംഭവങ്ങളും എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് പ്രൂവ് ആയത്. അതെനിക്കൊന്നും ഇന്ന് ഡിസ്പ്യൂട്ടില്ല. എനിക്കൊന്നും ആർക്കെങ്കിലും തോന്നുന്നുണ്ട് വാക്സിൻ എഫക്റ്റീവ് ആയിരുന്നുള്ളത്. അത് ഓൾറെഡി പ്രൂവൺ ആണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ആദ്യമായിട്ടില്ല ഈ സംഭവം ഇങ്ങനെ പുറത്തു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആൾക്കാരുടെ സേഫ്റ്റി ആലോചിച്ചതേ ഉള്ളൂ. പക്ഷേ വാക്സിൻ എഫക്റ്റീവ് അല്ലാന്ന് എനിക്കൊന്ന് ഡേറ്റ ഉണ്ട്. അവർ തന്നെ ഓൾറെഡി സമ്മതിക്കുന്നുണ്ട് വാക്സിൻ എഫക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ലാബ് ലീക്ക് ആണ് എന്നുള്ളത് ഇതുവരെയായിട്ടും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് വന്നൊരു ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നാച്ചുറലി ഒക്കറിങ് സാധനം അല്ല. ഇത് ഏതോ ഒരു ലാബിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഉണ്ടായ സാധനം. കാരണം നാച്ചുറലി ഒക്കറിങ് ആണെങ്കിൽ ഇത് പണ്ടേ പുറത്ത് വരേണ്ടതാണ്. ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നേച്ചറിലുള്ളതാണെങ്കിൽ. പക്ഷേ ഇത് ലാബിൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഇത് മനഃപൂർവ്വം പുറത്തു വിട്ടതാണോ അതോ അറിയാതെ ലീക്കായി പോയതാണോ എന്ന് ഇതുവരെ അറിയില്ല. ഇനി അടുത്ത് അറിയാൻ പോകുന്നതായിരിക്കും. ഇവർ മനഃപൂർവ്വം ചെയ്തതാണോ അതോ അറിയാതെ ലീക്കായി പോയതാണോ ന്യൂസ് കണ്ടത് 2017 എന്തോ ഇതുപോലൊരു ഔട്ട് ബ്രേക്ക് കോവിഡിന്റെ തന്നെ ഒരു വേരിയന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അല്ല, എനിക്ക് 2017 അന്നേരം ഓൾറെഡി ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ അത് പബ്ലിക് അല്ലായിരുന്നു. 2002 എന്തോ വന്നതിന് മുമ്പ് വന്നിട്ടുള്ള സാധനമാണ്. കോവിഡ് തന്നെയാണെന്നറിയില്ല. പക്ഷെ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞ് ഈ ഒരു ന്യൂസിനെയാണ് 2017 ഉണ്ടായ ഒരു ഔട്ട് ബ്രേക്ക്. ഈ ഫൗച്ചിയുടെ ഇതിൽ ഞാൻ കഴിഞ്ഞ മാസം കണ്ട ന്യൂസ് എന്ന് വെച്ചാൽ ഈ വുഹാനിലെ ഈ ലാബിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന US ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ വൈറസിനെ പറ്റിയുള്ള സ്റ്റഡി ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് US ആണ്. അപ്പോൾ ചൈനയാണ് ലീക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാത്ത ചൈന US കൂടെ എന്തിനാണ് ഇതിൽ കൊളാബറേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാതെ. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ കിരിമ്പാമ്പും പോയിരിക്കുന്നവർ എന്തെങ്കിലും മാത്രമല്ല, അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എലികളിലും പട്ടികളിലും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സാധനം പറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ ബീഗിൾ എന്ന് പറഞ്ഞ പട്ടിയുടെ കാര്യം. സോ അപ്പോൾ അതിൻ്റെ വോക്കൽ കോഡെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിന് ഇതുപോലെ ഇപ്പം നമ്മൾ ഈ കൊതുകിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, കുറേ കൊതുകിൻ്റെ അസുഖം കാര്യങ്ങളെല്ലാം അതിനെല്ലാം എക്സ്പോസ് ചെയ്യുമായിരുന്നു. സോ അപ്പോൾ അതിനെ വോക്കൽ കോഡ് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ തലയെല്ലാം കൂടെ ഹൈഡ് ചെയ്തിട്ട് ഒരു ലാബിലിട്ട് കെട്ടി വെക്കും. എന്നിട്ട് അതിനകത്തോട്ട് ഫുൾ ഇത് കൂട്ട് കൊതുകിനെ സാധനങ്ങളെല്ലാം കയറ്റി വെക്കും. സോ അപ്പോൾ അതിനെ ബേസിക്കലി കുറയ്ക്കാനൊന്നും പറ്റത്തില്ല വോക്കൽ കോഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് എടുക്കുന്നു. സോ അപ്പോൾ അങ്ങനെ കുറേ ഡാർക്ക് സാധനങ്ങൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ നടപ്പുണ്ടായിരുന്നു. ഈവൻ വേറെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മാസം 6 മാസം ഓൾഡായിട്ടുള്ള അബോർട്ട് ചെയ്ത പിള്ളേരുടെ
അതിനെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക ജസ്റ്റ് നടത്തും. ഓർഗൻസ്, ലിവർ, കിഡ്നി ഇങ്ങനെയുള്ള സാധനങ്ങളിലെടുത്ത് ഇതിലും അവർ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചോദിച്ചതിന് പുള്ളി എല്ലാത്തിനും ഫിഫ്ത്ത് അമെൻമെന്റ് എന്താ നിന്റെ ടയർഡ് കളർ? അത് പക്ഷേ അതൊരു വല്ലാത്തൊരു ലൂപ്പ് ഹോളാണ്. അത് വല്ലാത്തൊരു ലൂപ്പ് ഹോളല്ലേ. എന്ത് ചോദിച്ചാലും ഞാൻ എൻ്റെ 5th പ്ലേ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഹിയറിങ്ങിൻ്റെ ആവശ്യം? എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ 100 തവണയ്ക്ക് മുകളിലാണ് പുള്ളി അമെൻമെന്റ് യൂസ് ചെയ്തത്. ബേസിക്കലി ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ മനസ്സില്ല എന്നാണ് പറയുന്നത്. പുള്ളിയോട് ചോദിച്ചു, കാരണം നിങ്ങൾ കാരണം ഉണ്ടായ നഷ്ടങ്ങളല്ല, കുറേ പേര് മരിച്ചു. പക്ഷെ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് പുള്ളിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും. കാരണം പുള്ളി ഒന്നും പറയത്തില്ല. ചോദിച്ചു അപ്പോളജൈസ് എങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചു. പുള്ളി അതിനും ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ പുള്ളിയാണോ ഇതിൻ്റെ പിന്നിൽ? പുള്ളി എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഡയറക്ടർ എന്നുണ്ടായിരുന്നു US ഹെൽത്തിൻ്റെ, അതേ ഉള്ളൂ. പക്ഷെ അത് പുള്ളിയാണോ ഇതിന് നേതൃത്വം കൊടുത്തത് അതോ ബാക്കിൽ വേറെ ആളുണ്ടോ? എനിക്ക് സംശയം പറ്റാ പുള്ളിയാ ബിൽ ഗേറ്റ്സിനെ. അല്ല, അതുകൊണ്ട് ഉറപ്പാണല്ലോ. കാരണം നമ്മുടെ ഫൈസറും കാര്യങ്ങളൊക്കെ അവരുടെ ആണല്ലോ. പിന്നെ ഫൈസർ പുള്ളി കോവിഡ് തുടങ്ങി കഴിഞ്ഞിട്ട് അതിൽ എനിക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. പണ്ടില്ലായിരുന്നു. വാക്സിൻസിൽ പുള്ളി പണ്ട് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുണ്ടായിരുന്നു. പക്ഷേ ഈ ഫൈസറിൽ mRNAയിൽ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി വാക്സിൻസിന്റെ കാര്യം പറഞ്ഞ് അതിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയൊന്നും തൊടാൻ പറ്റില്ല. പുള്ളിയൊക്കെ ഒരുമാതിരി അണ്ടച്ചബിൾ പോലെ. പുള്ളിയൊക്കെ എന്ത് ചെയ്താലും പുള്ളി ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല, തൊടാനും പറ്റത്തില്ല. പുള്ളിയെ വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്, ഒന്നുമില്ല. അന്യായ പവറാണ് പുള്ളിക്ക് അവിടെ മാത്രമല്ല എല്ലായിടത്തും. പവറിന്റെ മാത്രമല്ല, ഞാൻ ആലോചിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഇവരുടെ എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഉണ്ടാവും. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് എന്തിട്ട് പുള്ളി തന്നെ ഡേർട്ട് ചെയ്യാം. പുള്ളിയുടെ ഡേർട്ട് ലോകം മുഴുവൻ അറിയാം. എന്നിട്ടും പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു വേറെ ലെവലൊരു ഇതാ, സമ്മതിക്കണം. പ്രത്യേകിച്ച് ഈ 6 ഫീറ്റിന്റെ കാര്യത്തിൽ പറയാം, എല്ലാവരും 6 ഫീറ്റ് എന്ന് പറഞ്ഞ് നിന്ന് അതൊക്കെ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു പോലില്ല എന്നാണ് പറയണേ. 6 ഫീറ്റ് ആ സമയത്തുണ്ടായ ആൾക്കാർ 6 ഫീറ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളത് പുള്ളി അതെനിക്ക് WHO വിട്ട സാധനമല്ലേ അത്. ഈ പുള്ളി അതിനെ പറ്റി അവയർ ആയിരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പൊ പറയണേ. അതും പോരാത്തതിന് 1% ഡെത്ത് റേറ്റ് ആയിരുന്നു. അത് മറ്റേ സാധാ ഒരു ഫ്ലൂ ആണെങ്കിൽ അറൗണ്ട് 0.1% ഡെത്ത് റേറ്റാണ്. ഇതിന് 0.2 to 3 ഉള്ളൂ. പുള്ളിയുടെ ഡയറിയിലാണ് അത്. NIHന്റെ അത് വെറും ഒരു ഡയറി അല്ലത്. ഇത് പറയും ബ്യൂറോക്രാറ്റ്സ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു ഡയറി അത്. NIHന്റെ ആ കമ്പ്യൂട്ടർ സെർവറിലുള്ളതാ. അയാൾ അത് കീപ്പ് വെച്ച് കഴിഞ്ഞാൽ 1% 0.2 to 3% എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അന്ന് പുള്ളി പറഞ്ഞത് 1% എന്ന് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് 1 to 3 എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പോയിന്റേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് അഫക്ട് ചെയ്യുന്ന കാര്യമേ അല്ലായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞു നിർബന്ധമായിട്ട് സ്കൂൾസ് എല്ലാം അടയ്ക്കണം. അത് പറഞ്ഞു കൺട്രി മൊത്തം. അത് 2020 പുള്ളി പറഞ്ഞു കൺട്രി മൊത്തം ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് ഞാൻ ട്രംപിനോട് റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഹാർഡാണ് ബൈഡനോട് റെക്കമെൻഡ് ചെയ്തത്. അത് പ്രസിഡന്റ് എന്നാ പറഞ്ഞു. ഞാൻ ബൈഡനാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെ പുള്ളി 2022 പറഞ്ഞു ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല എന്ന്. പിന്നെ ഒരു ഇതിൽ വന്നിട്ട് പറഞ്ഞു എന്ത് പറയുന്നത് മാറ്റി പറഞ്ഞ് പുള്ളി പറഞ്ഞ എല്ലാവരും കേൾക്കുക. പക്ഷേ പുള്ളി പറഞ്ഞ കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പുള്ളി എന്താ പഴയ എത്ര വർഷമായിട്ടാണ് പുള്ളി ഈ പൊസിഷനിലുള്ളത്. അത് ആരുടെ കാലം തൊട്ടാ? അത് ഡെക്കേഡ്സ് ആയിട്ടുണ്ട്. 40-50 വർഷമായിട്ടുണ്ട് പുള്ളി ഈ പൊസിഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് റിസർച്ച്. അങ്ങനെ അത്രയും കാലം ഇരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ചവിട്ടി പുറത്താക്കണ്ട. സന്തോഷിക്കുന്നുണ്ടാവും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടീഷൻ അതിന് വേറെ പാരയാവോ? ഇല്ല. അതിന് ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം സ്വെറ്റ് ഉണ്ടാവണം നമ്മുടെ ബോഡിയിൽ. നമ്മൾ വേർത്ത് വേണം ഈ സാധനം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകാനായിട്ട്. അതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്റ്റീം റൂമിലൊക്കെ സോണ അതൊക്കെ സോണ, സ്റ്റീം റൂം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേർത്ത് പോകണം നമ്മുടെ ശരീരം. വേർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. അതൊക്കെ ഉള്ളതാണോ? ഉള്ള സോ ഇപ്പോൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫുള്ളി കളയാൻ പറ്റത്തുള്ളൂ. നടക്കുമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലാണ്. ബട്ട് ബാക്കി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മോദിജി പറഞ്ഞ പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഓണസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നോ അതോ ലൈക്ക് ഇപ്പോൾ ലെറ്റ്സ് ഒരു ലാബ് ലീക്ക് നാച്ചുറലി നടന്നു, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുന്നത് ഇത്, അതോ പുള്ളിക്ക് എന്താ പറയുന്നത് ഇപ്പോൾ അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇതുപോലെ പുള്ളി പറയുന്ന പോലെ സംഭവം നടക്കുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരുടെ രീതിയിൽ അവർ റിയാക്ട് ചെയ്താണോ അതോ ഈ അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ലൈക്ക് പൈസ കുറച്ച് ഉണ്ടാക്കാൻ കാര്യം ഇപ്പോൾ ഒരു സംഭവം വന്നു അതിനുവേണ്ടി ചെയ്താണോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ അഥവാ ലാബ് ലീക്ക് അവരുണ്ടാക്കിയതാണോ? ലാബ് ലീക്ക് അവരുണ്ടാക്കി പ്ലാനും അവർ ചെയ്തതാണെന്നാണോ നിങ്ങൾ ഏത് ക്യാമ്പിലുള്ളത്? ഇത് മൂന്നും അവർ ചെയ്തു തന്നെ. കാരണം പോപ്പുലേഷൻ കൺട്രോളിനെ കുറിച്ച് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുപോലുള്ള വാക്സിൻസിൻ്റെ കാര്യം. വാക്സിൻസ് ഒരു വലിയ ബിസിനസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. കാരണം ബിഗ് ഫാർമ എന്ന് പറഞ്ഞ സാധനം അവർ മെയിനായിട്ട് കാശുണ്ടാക്കുന്നത് വാക്സിനിലൂടെയാണ്. സോ അപ്പോൾ
എനിക്ക് എന്തായാലും തോന്നുന്നത് ഫുള്ളി പ്ലാൻഡ് ആണ് ഇത്. കാരണം വേറെ ഒന്നും വേണ്ട. എപ്സ്റ്റീൻ ഫയൽസിൽ പറഞ്ഞിട്ടുണ്ട് കോവിഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാബിലേക്ക് തന്നെ വേണമെന്നില്ലല്ലോ സ്പ്രെഡ് ആവാൻ. മറ്റേ സൂര്യയുടെ ഒരു സിനിമയില്ലേ ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്, ഒരു പട്ടിയുടെ അകത്തോട്ട് കുത്തിവെക്കുന്നു, ആ പട്ടി പോയി അവിടെ വേറൊരു പട്ടിയെ കടിച്ചു, അങ്ങനെ പിന്നെ മനുഷ്യരുടെ അടുത്തോട്ട് പോകുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്താലും അത് ഈസിയാണ് സ്പ്രെഡ് ചെയ്യാൻ. ലാബിലേക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതോ ലാബിൽ നിന്ന് ലീക്കായിട്ട് ഏതോ വവ്വാലിൽ കയറിയിട്ട് വവ്വാല് കടിച്ചല്ലേ ഉണ്ടായത്? വവ്വാലിൽ നിന്ന് വന്നല്ലേ ഇത്? ആ വൈറസ് വവ്വാലിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൽ പ്രസന്റ് ചെയ്ത ഒരു സാധനമല്ല ഇത്. ആ ഉണ്ടായ വൈറസ് അത് എങ്ങനെയോ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ ആർക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആകെ അറിയാവുന്നത് ഇപ്പൊ ഷൈന പറഞ്ഞ പോലെ US-ഉം ചൈനയും തമ്മിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അവർ കുറേ ടെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഉണ്ടായ ഒരു ഔട്ട് ബ്രേക്ക് ആണെന്ന് പറയുന്നു. പക്ഷെ അതും ഞാൻ വിശ്വസിക്കുന്നില്ല. സോ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു ലാബ് ലീക്ക് നാച്ചുറൽ അല്ലായിരുന്നു, മാൻമെയ്ഡ് ആയിരുന്നു? അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോഴും മറ്റേ എപ്സ്റ്റീൻ മുങ്ങിയത് ഇതിന്റെ മറവിലാന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞല്ലായിരുന്നു ലാബ് ലീക്ക് ഒന്നും അല്ല, ചുമ്മാ തള്ളിയതാണ്, മാൻമെയ്ഡ് ആണ്. സംഗീതത്തിനാണ് വിശ്വസിക്കുന്നത് മാൻമെയ്ഡ് ആയിരുന്നു? മാൻമെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ വാക്സിൻ്റെ ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ വാക്സിൻ എടുത്തേ പിന്നെ കുറേ പേര് ഇങ്ങനെ മരിക്കുന്നുണ്ട് ഒരു കാരണവും ഇല്ലാണ്ട്. പണ്ട് അത് കുറച്ചുകൂടി കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 50-60 വയസ്സിൻ്റെ റേഞ്ചിലുള്ളവർ ചുമ്മാ തട്ടിപ്പോവുക. അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പനി വന്നായിരിക്കും, അടുത്ത ദിവസം അറിയുന്നതെന്ന് വെച്ചാൽ അവർ മരിച്ചുപോയി. അങ്ങനത്തെ സംഭവങ്ങൾ നേരത്തെ നമ്മൾ കേൾക്കാത്തയാണോ? പക്ഷേ ഞാൻ റീസെൻ്റ്ലി കുറേ അത് കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ബ്ലഡ് ക്ലോട്ടായി ആൾക്കാർ മരിക്കുന്നു. സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ചുമ്മാ മരിച്ചു പോകുന്നു. ചെറിയ എന്തെങ്കിലുമൊക്കെ ബൈസെപ്റ്റിയർ ആയിരിക്കും. ഈവൻ അത്ലീറ്റ്സ് ആണെങ്കിലും അവർ ചെറിയ എന്തെങ്കിലുമൊക്കെ സർജറിക്ക് പോയി കഴിയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ചുമ്മാ മരിച്ചു പോവുക. എന്നിട്ട് ആൾക്കാരെന്താ പറയുക, ഡോക്ടറിൻ്റെ എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഹോസ്പിറ്റലിൻ്റെ എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ആക്ച്വൽ റീസൺ അത് തന്നെയാണോ, അത് ഇങ്ങനത്തെ എന്തെങ്കിലും വാക്സിൻ കാരണമാണോ? ഇതിലാണേലും പുള്ളി ഈ ഡയറിയിൽ വെച്ച ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ പുള്ളി വാക്സിൻ എടുത്താക്കുന്നത് ഡിസംബറിലാണ് 2020. പുള്ളിക്ക് എന്നിട്ട് കൃത്യം 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ലങ്സിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു 6 മാസം നമ്മൾ ടൈമിങ് വെച്ച് നോക്കുകയാണെങ്കിൽ പറ്റും. പക്ഷേ അതിന് എവിഡൻസ് ഇല്ല ഇത് കാരണം തന്നെയാണ് പറ്റിയത്. പക്ഷേ ആ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെയാണ് പുള്ളിക്ക് കൃത്യം ലങ്സിൽ ഇത് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ബ്ലഡ് എന്തോ തിന്നാക്കുന്ന മെഡിക്കേഷനൊക്കെ ചെയ്തിട്ട് പുള്ളി ഓക്കെ ആയി. അതടാ ആ ഒരു പുള്ളിക്ക് കൊടുത്ത ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രൈസ്. അതായത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ്, പുള്ളിക്ക് ആ ക്ലോട്ട് ഉണ്ടായതിൻ്റെ അത് ബ്ലഡ് അങ്ങനെ ചെയ്യുന്നതിന് എന്തൊക്കെ വലിയ പ്രൊസീജിയറുണ്ട്. അതും ഒത്തിരി ഡോക്ടർമാർ കൂടി നിന്ന് വർക്ക് ചെയ്തിട്ടാണ് പുള്ളിയെ തിരിച്ച് കൊണ്ടുവന്നത് തന്നെ അതിൽ നിന്ന്. സോ അപ്പോൾ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നില്ല അപ്പോൾ അത്. പിന്നെ അതുമല്ല എനിക്ക് കാര്യം പറഞ്ഞാൽ ഒത്തിരി വിശ്വാസമൊന്നുമില്ല കുറേ പേര് ഇത് എടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു തന്നെ. കാരണം ഈവൻ നമ്മുടെ കേസ് തന്നെയാണെങ്കിലും ഞാൻ ഇന്ത്യയിലെ കുറച്ച് വീഡിയോ ആ സമയത്ത് കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കുറേ ഗവൺമെൻറ് ആൾക്കാർ എല്ലാവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് എടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്, കുത്തുന്നില്ല, വെറുതെ കൊണ്ട് ഇങ്ങനെ വെക്കുന്നുള്ളൂ ഇവിടം വരെ. എന്നിട്ട് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോവുക. അതുപോലെ തന്നെ വേറെ കുറേ പേര് ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചവെള്ളം അതിനകത്തുനിന്ന്, പച്ചവെള്ളം അല്ലെങ്കിൽ ഗ്ലൂക്കോസാണ് കുത്തി വെക്കുന്നതെന്ന്, വാക്സിൻ അല്ലാന്ന്. അതും പറഞ്ഞ കാര്യം. പിന്നെ കേൾക്കുമ്പോൾ ഓക്കെ ശരിയാ, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഇതൊക്കെ. ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ പച്ചവെള്ളം ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പച്ചവെള്ളം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് നമ്മൾ ഡ്രിപ്പ് എടുത്തിട്ടില്ലേ ഹോസ്പിറ്റലിൽ, അത് വെയിൻ്റെ അകത്തൂടെയാണല്ലോ പോകുന്നത്. അതുപോലെ വെയിൻ എടുത്തിട്ട് കുത്തി വെച്ചാൽ മതിയല്ലോ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് അതിനകത്ത് വാക്സിൻ ആണോ പച്ചവെള്ളമാണോ ഗ്ലൂക്കോസ് ആണോ. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് ലെറ്റ്സ് സേ ഫുള്ളി മാൻമെയ്ഡ് ആണെങ്കിൽ അവരുടെ മോട്ടിവേഷൻ എന്തായിരിക്കും? പൈസ മാത്രമാണോ, കൺട്രോൾ ആണോ, എന്തോ വൈദ്യനുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും, ബാലൻസ് ഓഫ് ബോത്ത് ആണോ? പറയത്തില്ല. ഇനി ഇത് ഡെഡ്ലി അല്ല, ഇനി ഡെഡ്ലിക്കുള്ളവർ ചിലപ്പോൾ ടെസ്റ്റിംഗ് കൂടെ ആയിക്കോട്ടെ. ഇത് പറയാനൊക്കത്തില്ല. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന പോലെ എന്തോ ആവാം, നമുക്ക് പറയാനൊക്കത്തില്ല. അറ്റ്ലീസ്റ്റ് പറയാമല്ലോ, ഇത് ആരും മരിച്ചൊന്നുമില്ലല്ലോ. പക്ഷെ പനിയല്ല. ഒരു ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ആംഗിൾ പറഞ്ഞു. കുറേ പൈസ വാക്സിൻ കമ്പനീസ് ഉണ്ടാക്കി, ബിൽ ഗേറ്റ്സ് എല്ലാവർക്കും ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കി, ആ ഒരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മേത്തുള്ള കൺട്രോൾ കൂടി. ചില കൺട്രികളിൽ ഈ ആപ്ലിക്കേഷൻ ഫോണിൽ വേണമെന്നുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ നമ്മൾ പോയ സ്ഥലങ്ങളിൽ ഇതുണ്ടെങ്കിൽ നമ്മളെ ട്രേസ് ചെയ്യും. നിങ്ങൾ പോയ സ്ഥലത്ത് ഒരാൾ ഇത് കണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരാഴ്ചയിൽ നിങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളെയും ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ അതുണ്ടായിരുന്നു. വാക്സിൻ പാസ്പോർട്ട്സ്, ലൈക്ക് നമ്മുടെ കുറേ ഡേറ്റ കൊടുത്തിട്ട് ഒരു പാസ്പോർട്ട് സംഭവം വേണം. പിന്നെ നമ്മൾ എവിടെ പോകുന്നു, എവിടെ പോകണ്ട, എത്ര ഫുഡ് നമ്മൾ വാങ്ങണം, എത്ര ഫുഡ് വാങ്ങണ്ട, ഏത് ബിസിനസ്സുകൾ ഓടണം, ഏത് ബിസിനസ്സുകൾ ഓടണ്ട, അങ്ങനെ കുറേ കൺട്രോൾ ഗവൺമെൻറ് കൂടി. അപ്പോൾ കൺട്രോൾ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതാണെന്ന് കുറേ ആൾക്കാർ ആർഗ്യുമെൻറ്റ്. കുറേ ആൾക്കാർ ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല. കാര്യം പൈസ ഇവർക്കൊക്കെ ഓൾറെഡി ഉണ്ട്. എത്ര പൈസ ഇനിയും കൂടുതലുണ്ടാക്കാൻ പറ്റും? മേ ബി കൺട്രോളും കൂടി ഒരു വലിയ സംഭവം. ആൾക്കാരെ കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക്
ഈ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വർക്കിന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ 1 മാസം 2 മാസം 3 മാസം എത്ര നാൾ പിടിച്ചേക്കും. പിന്നെ വർക്ക് പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അയാളും ആ ഒരു സംഭവം എടുക്കും. അപ്പോൾ അയാളും അയാളുടെ ഇത് കൊടുക്കും എന്നുള്ള ഒരു ഇതും ആംഗിളുണ്ട്. ഇവിടെ പക്ഷേ എനിക്കറിയാതെ പലരും ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ വാക്സിൻ പാസ്പോർട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ട് ഒട്ടുമിക്ക അത് പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എടുത്തിട്ടുണ്ടാവില്ല. എടുത്തവരത് പറഞ്ഞ മണ്ടന്മാരായി ഒരു രീതി പറഞ്ഞാൽ. അവർക്ക് അത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാനാ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഓക്കെ, ബാർകോഡും ഉണ്ട്, അതിന് പേരും ഉണ്ട്, സെറ്റ് കഴിഞ്ഞ് ഇപ്പൊക്കോ. ശരി, കമ്പനികളിലൊക്കെ ആയിരുന്നെങ്കിൽ അത് വർക്കൗട്ട് ആവും. പക്ഷെ നമുക്ക് ഇന്റർനാഷണൽ ട്രാവൽ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഈ ഒരു കേസ് സെനറ്റ് ഹിയറിംഗ് നടക്കുന്നതിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അടിപൊളി റിലേഷൻസ് എന്തെങ്കിലും ഉണ്ടല്ലോ? വേറെ എന്തെങ്കിലും സംഭവം പുള്ളിയുടെ ഡയറിയിൽ നിന്ന് വന്നോ സംഭവം? കാര്യം ഒരു സംഭവം ഇത് പറഞ്ഞു 1-2% ഉണ്ട് പുള്ളി പറഞ്ഞിട്ട്. അതായത് എന്താ, ഇപ്പൊ എന്നെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും കൂടുതൽ സംസാരിക്കുന്നത്, ഞാൻ ഭയങ്കര ഫേമസ് ആയെന്നൊക്കെ പുള്ളി ഡയറി എഴുതി വെച്ചേക്കുന്നത്. അതെ. പിന്നെ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പുള്ളി പറഞ്ഞിരുന്നത് ഈ NIH അവരുടെ മറ്റേ വുഹാൻ്റെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, അതിന് WIH ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെയ്തിട്ടില്ല, ഫണ്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് NIH ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് അവർ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ച് ഇന്ന് അവരുടെ ഡയറിയിൽ ഇങ്ങനെ കൂടെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തിനായിരിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡന്റ് പുള്ളിക്ക് പാഠം കൊടുത്തത്? പുള്ളി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാഠം കൊടുക്കുന്നത്? പ്രസിഡന്റ് തൂങ്ങും. ആ ഫുൾ ഗവൺമെന്റ് നമുക്ക് ആ ഒരു സമയത്ത് US ഗവൺമെന്റ് എന്തുവായിരുന്നു അറിയാലോ, പ്രത്യേകിച്ച് ആ കോവിഡിന്റെ സമയത്ത്. എനിക്ക് തോന്നി എല്ലാവർക്കും ഉണ്ടായി, എല്ലാവർക്കും ഇതിൽ കൈയുണ്ട്. ഈവൻ ഞാൻ ഈ കൺസർവേറ്റീവ് ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയും, ഇവർക്കൊക്കെ എല്ലാം അറിയാം. അവിടെ വന്നിരുന്ന് അവർ ആലോചിക്കും, ഇത്രയും വലിയൊരു ഹിയറിംഗ് നടത്തി അവർ പുള്ളിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യം കേൾക്കണം. അത്രയും തറപ്പിച്ചൊക്കെ പറയണമെങ്കിൽ ഇവർക്കൊക്കെ എല്ലാം അറിയാം, അവർക്കൊക്കെ എല്ലാം അറിയാം. എന്നിട്ട് ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടനായിട്ടിരിക്കുക. അതുമാത്രമല്ല ഈ US ചൈന തമ്മിലുള്ള ആ ഒരു അതൊക്കെ ചുമ്മാ ആക്ടിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു ഫ്രണ്ട്സാ എനിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഫണ്ട് ചെയ്ത കേസൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യം എന്താ? അത് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ ഒരുമിച്ച്. ശരിയാ, അതിപ്പോൾ US കൊടുക്കണമെങ്കിൽ ചൈനയ്ക്ക് പറഞ്ഞാൽ പോരെ. ശരിയാണ്, ഇവിടെ ഞങ്ങൾക്ക് വയസ്സ് വരുന്നുണ്ട്, ഇവർ ഫണ്ട് ചെയ്തിട്ട് ഈ സാധനം തോന്നുന്നത് ചൈനയ്ക്ക് പറഞ്ഞാൽ പോരെ. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവരൊക്കെ വേറെ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി, എല്ലാവരും ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ് ഇവർ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള എയിമുകളും ചില കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരു കോമൺ ഉണ്ട്. കാർണി അവിടെ ചൈനയിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞ് നമുക്ക് ന്യൂ വേൾഡ് ഓർഡർ വരണമെന്ന് പറയണ്ടായിരുന്നു. അത് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയൊരു വൺ വേൾഡ് ഗവൺമെന്റ് എല്ലാവരും കൂടെ ഒറ്റ ഒരു ഗവൺമെന്റ് ആക്കിയിട്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതുണ്ടാവും തോന്നുന്നില്ല. US ഇല്ലാതെ ഒരു ഗവൺമെന്റ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പോഴും അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഗവൺമെന്റും കാര്യങ്ങളും കാണുന്നുണ്ട്. ബട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് തോന്നി കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ സത്യങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അവർ ട്രൈ ചെയ്ത് നോക്കും, ഓരോ പുതിയ സാധനങ്ങൾ ഇറക്കി നോക്കും, ആൾക്കാർ എവിടെ വരെ പ്രതികരിക്കും, എന്തൊക്കെ ചെയ്യുന്നു നോക്കും. അവർ നോക്കുമ്പോൾ അവരെന്ത് ചെയ്താലും നമ്മളൊന്നും മിണ്ടുന്നില്ല, നമ്മൾ നമ്മുടെ ജീവിതം നോക്കി പോകുന്നു. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും, നമ്മളതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. തിരക്കിലാക്കുമല്ലേ? അതെ, അത് തിരക്കിലാക്കും, അവർ തന്നെ തിരക്കിലാക്കും. പിന്നെ നമുക്ക് പ്രതികരിക്കാനുള്ള സമയം ഉണ്ടാവുകയല്ലോ ഒന്നിനും. നമ്മളിപ്പോൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റെൻ്റ് അടയ്ക്കണം, സാധനം മേടിക്കണം, കാശുണ്ടാക്കണം, അത് വേറെ വഴിക്കാവും. നമ്മുടെ എക്സ്പെൻസ് ടാക്സ് എന്നുള്ള രീതിയിൽ എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഒരു ജോലി ചെയ്യണം. ഇപ്പം ഇവിടെ എല്ലാവരും രണ്ട് ജോലി എല്ലാവരും ചെയ്യുന്നുണ്ട്. 2 ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കൂടി ഗ്യാപ്പില്ല, പ്രതികരിക്കാനുള്ള നേരം. അതെ, അതാണ് ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും എന്റർടൈൻമെന്റിന് പുറകെ പോകും. ഇച്ചിരി സമയമല്ലേ ഉള്ളെന്ന് വിചാരിച്ചിട്ട്. അതിനിടയ്ക്ക് ആരും പ്രതികരിക്കാൻ. അതെ, ഇപ്പോഴും നമ്മൾ ലൈക്ക് ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അത് ഇത് നല്ല ഡിവിഷനൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എനിക്കറിയത്തില്ല, നമ്മൾ ഉറക്കമായിരുന്നായിരിക്കും കഴിഞ്ഞ വർഷം. ഇപ്പം അതൊന്നുമില്ല, കാരണം എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കൺട്രോളിന് വേണ്ടിയിട്ട്. ഞാനൊരു 2023 സമയത്ത് ഞാൻ ഒരാളോട് സംസാരിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരി കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ വാക്സിൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാരിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി. എന്നിട്ട് പുള്ളിക്കാരി എന്നിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ്ലി പോയി. എന്നിട്ട് ഇപ്പം എനിക്കൊന്ന് കുറേ നാളായി കണ്ടു, പക്ഷേ എനിക്കൊന്ന് 2 കണ്ണിനും ഇപ്പോൾ പ്രശ്നമുണ്ട്. പുള്ളിക്കാരി തറപ്പിച്ച് പറയും ഇത് വാക്സിൻ്റെ പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പറഞ്ഞിട്ട് പുള്ളിക്കാരി വീട്ടിൽ പറയുമ്പോൾ പോലും പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പോലും അത് തമാശയായിട്ട് എടുക്കുന്നത്. വാക്സിനൊക്കെ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇത് പ്രായമായെന്നതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കേട്ടപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി വിശ്വാസമായി. കാരണം നമുക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള തിയറിയും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈവൻ സംഗീത് പറഞ്ഞ പോലെ അത്ലീറ്റ്സ് ഒക്കെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു, ക്ലോട്ടൊക്കെ ഉണ്ടായി. അത്രയും എക്സ്ട്രീംലി ഫിറ്റായ ആൾക്കാർ. സോ അപ്പോൾ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, എങ്ങനെ ഗവൺമെന്റിനെ വിശ്വസിക്കും? പക്ഷെ പുറത്ത് വന്നല്ലോ.
എന്നിട്ട് പക്ഷേ എന്ത് ഒന്നും നടക്കുന്നില്ലല്ലോ. പുറത്ത് വന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഗവൺമെന്റിനെ വിശ്വസിക്കുന്ന അതുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതാണ് കുഴപ്പം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല, ഗവൺമെൻറ് നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതാണ് കുഴപ്പം. ഓക്കെ, സോ അതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞറിയിക്കും നിങ്ങൾ എത്ര പേര് COVID-19 ചിപ്പ് ബോർഡിലേക്ക് വിട്ടു എന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മിസ് ചെയ്ത ഏതെങ്കിലും ആംഗിൾസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. നിങ്ങൾക്ക് ആ ഒരു പീരീഡിൽ ഉണ്ടായ ഏറ്റവും വലിയ റെവലേഷൻ എന്താണ്, ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വേൾഡ് ഓർഡറിനെ കുറിച്ചോ അതൊക്കെ ഈ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ റാപ്പ് അപ്പ് ചെയ്യാണ്. സോ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ എല്ലാം പറഞ്ഞു.